എല്ലാവർക്കും നല്ല നമസ്കാരം. വിഷു ദിവസത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് വിഷുവിൻ്റെ വിശേഷങ്ങളും ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ജയ ഗണേഷിൻ്റെ വിശേഷങ്ങളുമായിട്ട് മഹിമ നമ്പ്യാർ ആൻഡ് ആർ ഡിയറസ്റ്റ് ഉണ്ണിച്ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. ആൻഡ് ആദ്യം തന്നെ യെസ്, ഹാപ്പി വിഷു. വിഷുവിൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. ജയ ഗണേഷ് പുതിയ വിശേഷം, ഏറ്റവും സന്തോഷമുള്ള വിശേഷം അല്ലേ? തിയേറ്ററുകളിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 100 ദിവസം തികക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മികച്ച റെസ്പോൺസാണ്. ആദ്യം തന്നെ കാണാത്ത പ്രേക്ഷകർക്കുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഒരു മിസ്റ്ററി ത്രില്ലർ. അതിനകത്തും എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നിയൊരു ഡയലോഗ്, മോർണിംഗ് ലൈക്ക് ഗ്രാഫിക് ഡിസൈനർ, നൈറ്റിൽ വന്നിട്ട് പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. എന്താണ് ആക്ച്വലി പണി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഞാൻ സിനിമയുടെ ഡീറ്റെയിൽസ് കാണാത്തവർ ഞാൻ സസ്പെൻസ് കളയുന്നില്ല. പക്ഷേ താങ്ക് യു സോ മച്ച്. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വർഷം അങ്ങനെ കടന്നുപോയി. ഇൻ ദ ടൈം ഞാൻ ആ സമയത്താണ് എനിക്ക് രഞ്ജിത് ശങ്കറിനെ കാണാൻ സാധിച്ചതും എനിക്ക് ജയഗണേഷിൻ്റെ കഥ പറയുകയും പിന്നീട് ആ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും പിന്നെ ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ UMF പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ ഇറങ്ങി. ഞാൻ ഇന്ന് സിനിമ ഇത്രയും വലിയ ഹിറ്റാവുന്നതും എന്നെ മീൻ വൈൽ ദ പ്രോസസ് മഹിമ ഈ കഥ കേൾക്കുന്നു. ഷീ ഓൾസോ RDX എന്ന സിനിമ ഇത്രയും വലിയ സൂപ്പർ ഹിറ്റ് അടിച്ചപ്പോൾ ഷീ ഓൾസോ വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ഫ്രഷ്. അപ്പോൾ എന്തായാലും നല്ല സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നല്ല തീരുമാനം എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രേക്ഷകർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനിയും സിനിമകൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കരമായിട്ട്. ഒരു ക്യാരക്ടർ എന്ന ലെവലിൽ എനിക്ക് ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ആയിട്ട് ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്ക് ഈ ക്യാരക്ടർ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു കഥാപാത്രമാണ് ജയ ഗണേഷിൻ്റെ. ഈ പറയുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. രഞ്ജിത്ത് എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഉണ്ണി ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നായിരുന്നു പുള്ളി വിചാരിച്ചത്. ബിക്കോസ് ഒരു ശരാശരി ഹീറോയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ പോസിറ്റീവ്സും ഇയാൾക്ക് നമുക്ക് അല്ല പോസിറ്റീവ് വേണമെന്നുണ്ടായിരുന്നു. എന്നാൽ ദർ ഇസ് എ ലിമിറ്റേഷൻ, ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ലിമിറ്റേഷൻ ആ കഥാപാത്രത്തിൻ്റെ. വീൽ ചെയറിലാണ് ഫുൾ ടൈം ഈ ക്യാരക്ടർ. അപ്പോൾ സിനിമയിൽ എപ്പോഴും ഇത്തരം ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഒരു പാത്തോ ഭയങ്കര ഒരു സാഡ് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ രഞ്ജിത്തിനോട് ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ, രഞ്ജിത്ത് ഈ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് ഗൂസ് ബംസ് മാത്രമല്ല ഭയങ്കര ലൈഫിനെ കുറിച്ച് ഒരു വല്ലാത്തൊരു മോട്ടിവേഷൻ, ഒരു പോസിറ്റിവിറ്റി, പ്രതീക്ഷ തോന്നേണ്ടത് എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ സിനിമ കണ്ടവർക്ക് അതാണ് അഭിപ്രായം. ബിക്കോസ് പുതിയ ഒരു നായകനാണ്, പുതിയൊരു നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് ഈ ഭിന്നശേഷിപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒരു സിനിമ ചെയ്യേണ്ടി വന്നു എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് മാറാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ. എൻ്റെ കൂട്ടത്തിലുള്ള ഇങ്ങനെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത്രയും ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുമ്പോൾ അവരെ ഏറ്റവും ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഇൻ ദ മീൻ ടൈം ആസ് എൻ ആക്ടർ എന്നെ ഏറ്റവും കൂടുതൽ ഇമോഷണലി ചലഞ്ച് ചെയ്ത ക്യാരക്ടറാണ്. ബിക്കോസ് എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങളുണ്ടായി. എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ സിനിമയിൽ നിന്ന് ട്രെയിലറിൽ കണ്ടു കാണും. ജസ്റ്റ് ഒരു ചെറിയ റൂമിലേക്ക് കയറാൻ. യെസ്, എക്സാക്ട്ലി. ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാനത് കണ്ടപ്പോൾ ഐ ഫെൽറ്റ് സോ സാഡ് അറ്റ് ദ സെയിം ടൈം. എങ്ങനെയായിരിക്കും ആ ഒരു മൊമെന്റിൽ ഉണ്ണിച്ചേട്ടൻ അത് പുൾ ഓഫ് ചെയ്യാന്നുള്ളത്? അത് ഒരു പ്ലാൻഡ് സംഭവങ്ങളല്ല. ഈ സ്ക്രിപ്റ്റ് ആയിട്ട് അതില്ല. സത്യത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗണേഷിന് ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ പ്ലേയിലുണ്ട്. ഇങ്ങനെ വീട്ടിൽ പോകുന്നു, ഇരിക്കുന്നു, ചേസ് സീനുകളുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ഗണേഷ് അതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഗണേഷിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ബിക്കോസ് ഒരു മുറിയിലേക്ക് കയറണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. മാത്രമല്ല ഈ കാല് ഒട്ടും സ്വാധീനമില്ലാത്തതുകൊണ്ട് അനങ്ങാൻ പാടില്ല, ബാലൻസ് ഉണ്ടാകാൻ പാടില്ല. ഞാൻ ലിറ്ററലി ബാക്കിലോട്ട് വീഴുക ചെയ്യണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ് അല്ലേ? കാലിന് അത്രയും ശേഷിയുള്ള ഒരാളാണ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഇത് എത്ര ഇല്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചാലും ചെയ്തു നോക്കിയാൽ ഒരു മൊമെന്റിൽ അത് അനങ്ങും, ഒരു മൊമെന്റിൽ അല്ലേ? അങ്ങനെ അത് വരരുതെന്നുള്ളത് കൊണ്ട് ഉണ്ണി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻറ്റയർ ഷൂട്ടിൽ ഉണ്ണി 2 കാലം കെട്ടിവെച്ചേക്കുമായിരുന്നു. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എസ്പെഷ്യലി ഫോർ സംബഡി ലൈക്ക് ഹിം ഹു ലൈക്ക് റോംസ് അറൗണ്ട് എവ്രിവെയർ. എല്ലായിടത്തും ഓടി നടന്ന് ചെയ്യുന്ന ഒരാൾക്ക്
കാല് രണ്ടും കെട്ടിവെച്ച് ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പം രഞ്ജിത്ത് സാറിൻ്റെ എന്തെങ്കിലും സജഷൻ പറയാനാണെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ യൂസ് ടു ഗോ ഇൻ ദ വീൽ ചെയറിൽ വേണം പുള്ളി മൂവ് ചെയ്ത് പോവാൻ. അപ്പം രണ്ട് കാലും കെട്ടിവെച്ചിട്ടാണ് ഉണ്ണി ഇരിക്കാറ്. നമ്മൾ VFX ഉപയോഗിക്കേണ്ടെന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ നമ്മളിങ്ങനെ തിരിയുമ്പോൾ കണ്ടില്ലേ കാല് സ്വാധീനം ഉള്ളതുകൊണ്ട് അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കാല് മൊത്തം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ബ്ലഡ് തുടങ്ങി തീരുന്നത് വരെ ഗ്യാപ്പിൽ എഴുന്നേക്കും എന്നല്ലാതെ അപ്പൊ എനിക്ക് ഇവിടെ ബ്ലഡ് ക്ലോട്ട് ആയി പോകും. നമ്മൾ ബ്ലഡ് ഫ്ലോ മാറുമ്പോൾ അപ്പൊ ബ്ലഡ് പ്രഷർ മാറും. somebody who is very health conscious, ജിമ്മിൽ പോവുക, വർക്ക്ഔട്ട് ചെയ്യുക, ഭയങ്കര ആക്റ്റീവായി നടക്കുന്ന ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ he gained weight also. 5 കിലോ ഒരു ആദ്യത്തെ 10 ദിവസത്തിൽ തന്നെ 5 കിലോ വെയിറ്റ് കൂടി. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു ഏരിയയിലേക്ക് പോയപ്പോൾ എനിക്ക് അന്നാണ് ഭയങ്കര സങ്കടം തോന്നിയത്. ദാറ്റ് ഈസ് എനിക്ക് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ലാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ തന്നെ ഇപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുക. ബട്ട് ഐ തിങ്ക് ദ സൊസൈറ്റി കംപ്ലീറ്റ്ലി ഡിസൈൻ എൻജിനീയർഡ്. നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചത് നമ്മളെപ്പോലെ ആൾക്കാർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ബട്ട് ആ കൂട്ടത്തിൽ എവിടേക്കോ ഏതെങ്കിലും പർട്ടിക്കുലർ സാധനം മറന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഇവരെ നായകനാക്കിയിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. പക്ഷേ ആ വിഭാഗത്തിന് തന്നെ ഈ സിനിമ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഈസ് എത്ര പേർക്കാണത് വണ്ടി ഓടിച്ച് അവിടെ എത്തി വന്ന്, ബിക്കോസ് അതൊരു ടാസ്ക്കാണ്. എന്നാലും എനിക്ക് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് ദം ടു ദ മൂവി. ഈ സിനിമ ഈ വിഷുകാലത്ത് അവർ ആ സിനിമ കാണുമ്പോൾ അവർക്ക് രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന സിനിമയായിരിക്കും. അത് പേഴ്സണൽ ഒരു ആഗ്രഹം കൂടിയായിരുന്നു, ഈ നായകൻ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന്. നല്ലൊരു കുടുംബചിത്രമാണ്. എല്ലാവർക്കും വീട്ടിലെ അമ്മമാർക്കും അച്ഛനും കുട്ടികൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്പയറിംഗ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയും, ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും കണ്ട് ഇൻസ്പയർ ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മുടെ കൂടെ റയാൻ എന്ന് പറഞ്ഞ മോൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര മിടുക്കനാണ്. സോ അഗൈൻ മാളികപ്പുറത്തിന് ശേഷം ഒരു മോൻ കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ. ഒബ്വിയസ്ലി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സിനിമ. ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേര് ഒബ്വിയസ്ലി രഞ്ജിത്ത് ശങ്കർ എന്നുള്ളത് തന്നെയാണ്. മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഈ സിനിമയിൽ വരുമ്പോൾ ഒരു കോ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് കൂടി വരുന്നുണ്ട്. അപ്പം എനിക്ക് തൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഒബ്വിയസ്ലി ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരാൾ, മികച്ച സ്ക്രിപ്റ്റ്, രഞ്ജിത്ത് സർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ യെസ് പറയാൻ? എന്നെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് രഞ്ജിത്ത് സാറാണ്. അപ്പം എൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഉണ്ണിയാണ് ഹീറോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം RDX ചെയ്ത് കഴിഞ്ഞ സമയത്ത് അപ്പം അതിനകത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായ ബബ്ലിയായ ഒരു ഹീറോയിൻ, അങ്ങനെ ഒരു ഇമേജിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ജയഗണേഷിൻ്റെ സ്ക്രിപ്റ്റും ക്യാരക്ടർ നരേഷനുമായിട്ട് സാറ് എന്നെ അപ്രോച്ച് ചെയ്യുന്നതും. അപ്പം ആ പ്രൊജക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കൊരു ഓഡിഷൻ വേണം, കാരണം മഹിമ ഈ ക്യാരക്ടർ എങ്ങനെ ക്യാരി ചെയ്യുമെന്നുള്ളത് ആൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരു ഓഡിഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വാസ് ഓപ്പൺ ടു ഇറ്റ്, എനിക്ക് കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് മൈ ജോബ്. അപ്പം സാർ എനിക്ക് ക്യാരക്ടർ സബ്ജക്റ്റ് നറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഐ ഗേവ് ഹിം ദി ഓഡിഷൻ. എനിക്ക് ആ സീന് മാത്രമേ പറഞ്ഞു തന്നുള്ളായിരുന്നു. സീൻ തന്നു, ഞാനത് റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. സാറിൻ്റെ കൂടെ ഇതിന് മുന്നേ ഒരുപാട് വർഷം മുമ്പ് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു ഇനീഷ്യലി. പിന്നെ അത് വർക്കൗട്ട് ആയില്ല. അതിനുശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ആൻഡ് പേഴ്സണലി ഐ ഫീൽ ഭയങ്കര സെൻസിബിളായി, ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സെൻസിബിളായ ഒരു ഫിൽം മേക്കറാണ് രഞ്ജിത്ത് സർ. പിന്നെ മാത്രമല്ല സാറിൻ്റെ സിനിമയിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ എപ്പോഴും ഭയങ്കര എക്സിസ്റ്റൻസ് ഉള്ള സബ്ജക്റ്റിൽ, നല്ലൊരു എക്സിസ്റ്റൻസ് ഉള്ള ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാം. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റിൽ ഉണ്ണീനെ പോലെ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയ, ഇത്രയും ടാലൻറ്റഡ് ആയ, അതും ഇങ്ങനെ ഒരു സബ്ജക്റ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സബ്ജക്റ്റ് മൊത്തം ഫിനിഷ് ചെയ്തപ്പം ഇറ്റ് വാസ് എന്താ പറയുക, എൻ്റെ ആഗ്രഹമായിരുന്നു ഈ സിനിമയിൽ ഞാൻ ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓഡിഷൻ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഐ എം വെരി ഗ്ലാഡ് ദറ്റ് അതിൽ ഈ സിനിമയിൽ എനിക്ക് ഭാഗമാവാൻ പറ്റിയതിലും തിയേറ്ററിൽ ഇപ്പോൾ ഇത്രയും നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നതിലും ഒക്കെ ഐ എം വെരി ഹാപ്പി. ആ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ഐ എം നോട്ട് യൂസിങ് ദാറ്റ് നോർമൽ എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്നാൽ കൂടിയും നമുക്ക് ശീലമില്ലാത്ത
ഒരു അറ്റ്മോസ്ഫിയറിലും നമുക്ക് ശീലമില്ലാത്ത അങ്ങനെ ഒരു ഡെയിലി ബേസിസിൽ പരിചയമില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലേ? ഈസ് ഇറ്റ് ഡിഫിക്കൾട്ട് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഒരു ഡിഫിക്കൾട്ട് ഉണ്ടായിരുന്നു? അതായത് ഒബ്വിയസ്ലി ഉണ്ണിച്ചേട്ടൻ ആ ഒരു പ്രോസസ്സിൽ അത്രയും എഫേർട്ട് എടുത്ത് അത് പ്രീ വർക്ക് ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം മഹിമയ്ക്ക് അത്രയും കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 13 to 14 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇവരൊക്കെ എല്ലാവരും ഒന്ന് സെറ്റായി ഇരിക്കുവാണ്. അപ്പം പിന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സീന് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തിയായ കുറച്ച് വലിയ ഒരുപാട് ഡയലോഗ്സ് ഒക്കെ ഉള്ള സീനായിരുന്നു. അപ്പം യൂഷ്വലി നമ്മളിപ്പം സംസാരിക്കുമ്പോൾ നമ്മൾ ഐ ലെവലിൽ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പം ആദ്യം ഇത് ചെയ്യുമ്പോൾ ഞാൻ കാരവാനിലിരുന്ന് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. കാരണം നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങോട്ട് പോകരുതല്ലോ, കണ്ണറിയാതെ ചിലപ്പോൾ പോവും. പക്ഷേ നമ്മളിപ്പം അത് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണല്ലോ. അപ്പോൾ ആ പ്രോസസ്സിൽ യു ലേൺ. അങ്ങനെയാണല്ലോ ബീങ് ആൻ ആക്ടർ, യു ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് ലേൺ തിങ്സ് ഫ്രം ഹൗ ഇറ്റ് ഇസ് ഹാപ്പനിങ് എന്നുള്ളത് കൊണ്ട്. അപ്പം നമ്മളൊരു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 2-3 ഷോട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും അതെനിക്ക് ഓക്കെ ആയി തുടങ്ങി. അപ്പം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ മൂവ്മെൻറ്റ് ഇപ്പം നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും നടക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും ആ ഡിസ്റ്റൻസിൽ നടക്കുക. ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കുമ്പോഴുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം നടന്ന് പോകുമ്പോൾ. പക്ഷെ വീൽ ചെയറിൽ ഒരാൾ കൂടെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക എന്നുള്ളപ്പം അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ നടക്കേണ്ടി വരും. അത് കാലത്ത് ഒരു 2-3 ഷോട്ട് എടുക്കുമ്പം ഉണ്ടായിരുന്ന അതൊന്ന് സിങ്ക് ആവാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മുടെ ആളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് നോർമലൈസ് ആയി പോകുന്നതേ ഉള്ളൂ. ഉണ്ണേട്ടൻ ഇതിന് വേണ്ടിയിട്ട് എന്ത് ഒരു ഒബ്വിയസ്ലി പ്രിപ്പറേഷൻ ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു വീൽ ചെയറിൽ ഇരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഉണ്ണേട്ടൻ എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ടുള്ളത്? ടു ബി വെരി ഓണസ്റ്റ്, അങ്ങനെ ഒരു എൻ്റെ പ്രെപ്പ് രഞ്ജിത്തുമായിട്ട് എൻ്റെ ഡിസ്കഷൻസ് തന്നെയായിരുന്നു. ബിക്കോസ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഐ റിമെമ്പർ ഫസ്റ്റ് കഥ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനെ കുറിച്ചാണ് ഞാൻ ഓർത്തത് ഇമ്മീഡിയറ്റ്ലി. ബിക്കോസ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇർഫാൻ എന്ന് പറഞ്ഞ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, ഈസ് ഡൂയിങ് ബിസിനസ്സൊക്കെ ചെയ്യാണ്. അപ്പോൾ അവന് മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം അവന് ഈ താഴോട്ട് ഗ്രോത്ത് ഉണ്ടായില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 4th സ്റ്റാൻഡേർഡ് തൊട്ട് ഇവൻ എൻ്റെ കൂടെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ഹി ഹാസ് എ വീൽ ചെയറൊക്കെ ഒരു വീട്ടിൽ പോകാൻ. പക്ഷെ പിന്നീട് അവൻ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും ഇവൻ ഒരാളുടെ ഹെൽപ്പ് എടുക്കില്ല. അവൻ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അവൻ താഴെ ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഒരു പാവം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇർഫാൻ മേഡ് ഷുവർ ദാറ്റ് അവനൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വരാൻ പാടില്ല എന്ന്. ഇർഫാൻ ഞങ്ങൾ അസംബ്ലിയിൽ നമ്മൾ ഇന്ത്യ ആസ് മൈ കൺട്രിയൊക്കെ പറഞ്ഞ് തീരുമ്പോഴേക്കും ഇർഫാൻ ടക്കയെന്ന് പോകും. അവൻ്റെ കൈകളെന്ന് വെച്ചാൽ ലൈക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉള്ളൊരു കൈകളായിരുന്നു. അത് അവനങ്ങനെ ആക്കിയെടുത്തതാണ്. അവൻ പുള്ളപ്സ് അടിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അടിക്കുമ്പോൾ ഇർഫാനും പുള്ളപ്സ് അടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് വാസ് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇവൻ നോർമൽ അല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. ഇൻ ടേംസ് ഓഫ് നമ്മളെ പോലെ ഒരു രീതി പഞ്ച പിടിക്കാൻ പറ്റില്ല. അവനെ 10 പേര് പിടിച്ചാലും അവനെ തോപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ ജസ്റ്റ് ഫെൽറ്റ് ആ ഓർമ്മകളെല്ലാം പെട്ടെന്ന് തിരിച്ചു വന്ന് ഞാൻ രഞ്ജിത്തുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അവനൊരു വലിയ താറിൽ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇരിക്കുന്നത്. ആൻഡ് ഐ ടോൾഡ് രഞ്ജിത്ത്, ഇങ്ങനെയാണ് ആൾക്കാരുള്ളത്. സിനിമയിൽ ഒരിക്കലും അത് അങ്ങനെ കാണിച്ചിട്ടില്ല. സിനിമയിൽ എപ്പോഴും ഇതിൻ്റെ ഒരു ഭയങ്കര സാഡ് സൈഡ് ഓഫ് ലൈഫാണ് കാണിച്ചേക്കുന്നത്, വിച്ച് ഇസ് നോട്ട് നെസസറി. ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ ആ വിഷമങ്ങളൊക്കെ മനസ്സിൽ കവറപ്പ് ചെയ്തിട്ട് ലൈഫിനെ ഒരു പുതിയ ദിവസം എന്ന രീതിയിൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. സോ എനിക്ക് അങ്ങനത്തെ ഒരു നായകനായിട്ട് വന്നാൽ മതി എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഏത് പോയിന്റിൽ പിന്നെ ഇത് ഞാൻ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു, ഞാൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിനിമയായിരുന്നു രഞ്ജിത്ത്. പക്ഷേ പിന്നെ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഉണ്ടാവും. പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ദ ഫാക്ട് ഈസ് ദാറ്റ് ഞാൻ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ തുടക്കകാലത്ത് അങ്ങനെ എനിക്ക് സിനിമ പാരമ്പര്യമൊന്നുമില്ല. ഞാനങ്ങനെ സിനിമ എന്താണെന്ന് പോലും എനിക്കങ്ങനെ വലിയ ധാരണയില്ല. എനിക്ക് സിനിമ തിയേറ്ററിൽ കാണണം, അഭിനയിക്കണം, സിനിമയിൽ വേറെ എന്തെങ്കിലും ആയിത്തീരണം എന്നൊക്കെ ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് എൻ്റെ നല്ല സിനിമകൾക്ക് ഒരു നല്ല പ്രൊഡക്ഷൻ സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പരാജയങ്ങൾ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെൻ ഐ ഫെൽറ്റ് ദാറ്റ് എനിക്ക് ആ ഒരു പവർ കൺട്രോൾ ഉണ്ടെങ്കിൽ എൻ്റെ സിനിമയുടെ മിനിമം ക്വാളിറ്റി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ 2018 മുതൽ ഞാൻ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ 2018 മുതൽ എല്ലാ സിനിമകളും വിജയിച്ച സിനിമകളാണ്. അത് മിനിമം ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി എത്രയും ചെയ്തിരിക്കുന്നു ഞാൻ എന്നോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തേക്കാം. അത് പ്രൊമോഷൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ മൂവി ആണെങ്കിലും ഈ സിനിമ ഏത്
ഓഡിയൻസിലേക്ക് എത്തണം എന്ന് എനിക്ക് കൃത്യമായ ബോധമുണ്ട്. അപ്പോൾ അങ്ങനെ ആയി വരുമ്പോൾ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. വിത്ത് രഞ്ജിത്ത് ഓൾറെഡി എല്ലാ സിനിമകളും ആ പടത്തിലെ നായകൻ്റെ ഒപ്പം കോപ്പറേഷൻ ചെയ്തതാണ് രീതി. ഞാൻ പറഞ്ഞു അഗെയിൻ ക്രിയേറ്റീവ് ഹെഡ് ആയതുകൊണ്ട് എനിക്ക് അതും ഓക്കെയാണ്. നമുക്ക് ഒരുപാട് ഓഫറുകൾ വരുമ്പോഴും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒറ്റ ഫോൺ കോളിൽ തീരുമാനം എടുക്കാൻ പറ്റും. ഇൻ ദാറ്റ് സെൻസ് പ്രൊഡക്ഷനിലും എത്തി. ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അഗെയിൻ എൻ്റെ രീതി കുറച്ചും കൂടി സിനിമ നല്ലതാണെന്ന് എനിക്ക് എൻ്റെ ഒരു പോയിന്റിൽ തോന്നി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുകളിലേക്ക് എത്തിക്കുക, അത് മാത്രമല്ല എനിക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ ഒപ്പീനിയൻ മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നും ഈ സിനിമ നിങ്ങൾ കുടുംബസമേതം വന്ന് കാണാൻ യോഗ്യതയുള്ള സിനിമയാണെന്നും, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക IA എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഐ ഫീൽ ഒരു സാധാരണ കുടുംബം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഏകദേശം 2000-ഓളം രൂപ ചിലവുണ്ടാവും. 2-3 മണിക്കൂർ അവരുടെ ജീവിതത്തിൽ വളരെ ഇപ്പോൾ വിഷുകാലത്ത് ഉണ്ണിമൂന്നിൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ബോറടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർക്കത് എന്നെക്കുറിച്ചൊരു അവൻ്റെ സിനിമ കണ്ടപ്പോൾ ആ വിഷു കൊളായി എന്നുണ്ടാവും. അത് ഒരു റിസ്ക്കുമാണ്. അറ്റ് ദ സെയിം ടൈം ഞാനത് ചലഞ്ചായിട്ട് എടുക്കുന്നത്. നല്ല സിനിമയാണെന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ അത് നല്ല സിനിമയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ പബ്ലിക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഇൻ ജനറൽ സിനിമ കുറച്ചും കൂടി ഒരു വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരെ ഞങ്ങൾ ഓൾറെഡി ബിസിനസ് കട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ വി ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് വി ഹാവ് മേഡ് എ ഗുഡ് ഫിൽം. തൊട്ട് ഇപ്പോൾ 2024 വരെയുള്ള മൂവീസിൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് നല്ലൊരു ശതമാനം ആളുകളും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ പ്രൊഡ്യൂസർ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര റിസ്ക് ഫാക്ടറുള്ള ഒരു കാര്യമാണ്. ഉണ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എവ്രി സിനിമ എല്ലാ സിനിമകൾക്ക് ശേഷവും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ കൂടിയും പലയിടത്തും ആൻസറബിൾ ആകേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സിനിമ നമ്മുടേതാണ്, ഞാൻ ആക്ട് ചെയ്യുന്നതാണെന്നൊക്കെ മാറ്റിവെച്ചാലും ഒരു കൊമേഴ്ഷ്യൽ സൈഡ് ഈസ് ദെയർ അല്ലേ? അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്ന് ഈ സിനിമയുടെ ഓട്ടത്തിന് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് ഓടാനുള്ള സാധ്യതകളെയൊക്കെ കുറയുമോ, അങ്ങനത്തെ ടെൻഷൻ ഇപ്പോഴും സിനിമകൾ എടുക്കുമ്പോൾ എൻ്റെ സിനിമാ ജീവിതം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഈ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല. ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നല്ലാതെ എനിക്ക് ഭയങ്കര ഒരു ഇറ്റ് ഈസ് എ പോഷ് ലൈഫ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ആഗ്രഹങ്ങളുണ്ടല്ലോ, അങ്ങനെ എനിക്ക് ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ലൈഫിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചാലും എനിക്ക് ജീവിക്കാൻ അറിയില്ല എന്നൊന്നുമില്ല. ബിക്കോസ് ഇതിന് മുന്നേ ഒരു 12 വർഷം അപ്പുറത്ത് ഉണ്ണിമൂന്നും ജീവിച്ചത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. എൻ്റെ അച്ഛനമ്മയ്ക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞ് നീ സിനിമയിൽ നിന്ന് സമ്പാദിച്ചതല്ലേ, സിനിമയിൽ നിനക്ക് ഇതാണ് ശരി തോന്നുന്നെങ്കിൽ ചെയ്തോ ഉണ്ണി എന്ന് പറയുന്ന അച്ഛനും അമ്മയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയും ചിലപ്പോൾ ഇത് നഷ്ടം കഴിഞ്ഞാൽ തിരിച്ച് ഗുജറാത്തിൽ പോകേണ്ടി വരും, പോവാം എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഗ്രാവിറ്റി ഇത്രയേ ഉള്ളൂ. ഞാൻ പക്ഷേ വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ സിനിമകൾ ഭയങ്കര ഇമോഷണലി കണക്റ്റായി പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ വാട്ട് ഐ ഡു ഇസ് ദാറ്റ് നല്ല സിനിമയെ ബാക്ക് ചെയ്യുക, നല്ല സിനിമകൾ എടുക്കാൻ നോക്കുക. ബിക്കോസ് എനിക്ക് ജീവിതകാലം മുഴുവനും അഭിനയിച്ചുകൊണ്ടിരിക്കാനും താല്പര്യമില്ല. എനിക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറടിച്ചു പോകും. ഞാൻ +2 വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് സോ ഐ ഗോട്ട് 83 or 85%. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉള്ളത് ഞാൻ അമ്മയോട് ഇനി ഞാൻ ഡിഗ്രിയിലൊരു ഗോൾഡ് മെഡലിസ്റ്റ് ആവുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു വെരി ഗുഡ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിത്തം നിർത്തിയ ആളാണ്. 3ാമത്തെ മാസം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യക്കേടുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ അങ്ങനെ അതെന്താണ് ഉണ്ണി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത്. അമ്മ പറഞ്ഞത് നിനക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാമെന്ന്. ഞാൻ ഇമ്മീഡിയറ്റ്ലി വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു ജോലി കണ്ടെത്തുക ചെയ്യുക. ഞാൻ 2.5 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഇമ്മീഡിയറ്റ് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. ഐ വാസ് ദി ഫസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് വർക്ക് ഇൻ ദ കമ്പനി. അപ്പോഴും എനിക്ക് തോന്നി ഇത് വർക്കാവില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ സിനിമ തേടി ഇറങ്ങി, പെട്ടെന്ന് ബോറടിച്ചു പോകും. അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ പുതിയ രീതിയിൽ എൻ്റർടൈൻ ചെയ്തില്ലെങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകാനും മടിക്കാത്ത ഒരാളാണ് ബൈ നേച്ചർ. അതെനിക്കൊരു ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇത്രയും സിനിമകൾ ചെയ്തു, എനിക്ക് ഇത്രയും സപ്പോർട്ടുണ്ട്, നല്ല അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള
അങ്ങനെ ഒരു ബാക്കിംഗ് ഒന്നും എനിക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. സോ ബേസിക്കലി വാട്ട് ഐ എം ട്രൈ ടു സേ ദാറ്റ് എനിക്ക് ഇഫ് ഐ ഡോണ്ട് എക്സൈറ്റ് മൈസെൽഫ്, എൻ്റെ സിനിമകൾ എന്നെ എക്സൈറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ സിനിമ ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. മാത്രമല്ല ഈ സിനിമയിൽ ഞാൻ എല്ലാം ബെറ്റ് ചെയ്തു. പിന്നെ എനിക്കെതിരെ ഒരുപാട് പേര്, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരൊന്നും വിചാരിച്ചത് കൊണ്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ്. ദാറ്റ് ഈസ് എന്നെ ആകെ മാറ്റർ ചെയ്യുന്ന 2 ആൾക്കാരുടെ അഭിപ്രായം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. ഇവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ പ്രൈമറി കൺസേൺ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചിലപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആയി പോകും. അവിടെ ആ വാർത്ത കേട്ടു, ഇവിടെ ഇത് കേട്ടു. എൻ്റെ ലൈഫിൽ 27 വയസ്സ് തൊട്ട് 34 വയസ്സ് വരെ കുറച്ച് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയ ലൈഫായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ദാറ്റ് ഡു ഗുഡ് ഫിലിംസ്. ആ സിനിമയുടെ ഉള്ളിൽ തന്നെ ഇവോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പ്രൈമറിലി ആസ് എൻ ആക്ടർ. മാത്രമല്ല ടെക്നിക്കൽ ലെവലിലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ട്. അത് വലിയൊരു ആഗ്രഹമാണ്. ഇനി അതിൻ്റെ അപ്പുറത്ത് സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവണം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. ബിക്കോസ് 2 പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ സിനിമ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നായിപ്പോയല്ലോ. അതപ്പോൾ ജയഗണേഷിൽ എനിക്കൊരു കിക്കെന്ന് വെച്ചാൽ നമ്മൾ വിതരണം നമ്മളാണെന്ന് ഇതിൽ അല്ല. സോ ഇറ്റ് ജസ്റ്റ് ഇൻ എ വെരി പോസിറ്റീവ്. വളരെ ട്രൈ ടു സേ എല്ലാ സിനിമകളിലും നമുക്ക് പുതിയ അനുഭവങ്ങളും ഉണ്ടാവും. ബട്ട് ഇതിലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത്, രഞ്ജിത്തിന് ഈ കഥ കേട്ടപ്പോൾ പേടിയായിരുന്നു. സത്യത്തിൽ എനിക്കും പേടിയായി. ഈ പേടിയാണ് ഡ്രൈവ് ചെയ്തത്. എന്നാൽ പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ വേറൊരാൾക്ക് ഈ പേടി ഫീൽ ചെയ്താലേ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സാമ്പത്തികമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ഒരാൾക്ക് പേടിയായി വന്നു കഴിഞ്ഞാൽ പുതിയ പ്രൊഡ്യൂസറിന് സംശയങ്ങളുണ്ടാവും, ഇതെന്താവും അങ്ങനെയാവും. ബിക്കോസ് ഇത് കുറച്ചും കൂടി ഒരു ഇമോഷണൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമയും കൂടിയാണ്. കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിലും there's a fine balance. അപ്പോൾ നമുക്ക് എന്താ പറയുക, എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സാമ്പത്തികമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഞാൻ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളാണ് കേട്ടോ, ഉപയോഗിച്ച വാക്കുകൊണ്ട് പറയാണ്. ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഗോണ ബി എ ബ്ലോക്ക് ബസ്റ്റർ ഫ്രം ഡേ 1. അത് എൻ്റെ ഒരു വിഷനിൽ വന്ന, എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാം സംഭവിക്കുന്നൊരു, അപ്പോൾ ഞാൻ എപ്പോഴും നല്ലത് ചിന്തിക്കുന്ന ആളായി മാറി. ബിക്കോസ് എൻ്റെ പേടിയാണ് ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഞാൻ പണ്ട് എപ്പോഴും വിചാരിച്ച്, ഞാൻ ഈ എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുമ്പോൾ ഞാൻ 31 എന്നല്ല, ഞാൻ 31 എന്നേ പറയുള്ളൂ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ 30 ആയി മാറി. ഞാനിങ്ങനെ യു സീ ദ വേർഡ്സ് ദാറ്റ് യു സ്പീക്ക് റെസണേറ്റ്സ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, അത് നീ ഒരിക്കൽ തമാശയ്ക്ക് പോലും നിന്നെക്കുറിച്ച് നീ വ്യക്തി ജീവിതത്തിൽ നീ റോങ് കാര്യങ്ങൾ പറയരുത്. ബിക്കോസ് ഇത് സംഭവിച്ചു പോകും. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഇനീഷ്യൽ 30s വാസ് വെരി ബാഡ്. പുറമെ അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറയണം, ഇപ്പോൾ ഞാനത് കവർ ചെയ്തു, എല്ലാം പോസിറ്റീവായി നിൽക്കുന്നു. സോ വാട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു തിങ്ക് പോസിറ്റീവ്. ആൻഡ് വളരെ പോസിറ്റീവായിട്ട് ചെയ്ത സിനിമയാണ് ജയഗണേഷ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് കാണാത്തവർ, ഉണ്ണിച്ചേട്ടനും മഹിമയൊക്കെ പറഞ്ഞ പോലെ കാണാത്തവരുണ്ടെങ്കിൽ വേഗം വിട്ടോ തിയേറ്ററിലേക്ക്. ജയഗണേഷ് ഫുൾ പവറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗംഭീരമാകട്ടെ. പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്യാം. എൻ്റെ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്ന സിനിമ മാർക്കുമാണ്. അത് ഒരു വളരെ ഡോമിനൻ്റ് ആയ ഒരു ആക്ഷൻ സിനിമയായിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആക്ഷൻ ചെയ്യാത്തൊരു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാം. ഐ ഹാവ് ലിറ്റിൽ ഹാർട്ട്സ് റെഡി ഫോർ റിലീസ്. ഷീൻ്റെ കൂടെ ചെയ്യുന്ന പ്രോജക്റ്റാണ്. ആൻഡ് ദെൻ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. We all are waiting for that and all the best guys. അടിപൊളിയാവട്ടെ. ഈ വിഷുവിൻ്റെ ആശംസകൾ മാത്രമല്ല, ഈ വരുന്ന വർഷവും പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.